കോട്ടയം ഗാന്ധിനഗറിൽ വീട് കുത്തി തുറന്ന 20 പവൻ സ്വർണം കവർന്നു. വീട്ടുകാർ മൂന്നാറിൽ ബന്ധുവീട്ടിൽ പോയ സമയത്താണ് മോഷണം നടന്നത്. ഗാന്ധിനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞയാഴ്ച ഏറ്റുമാനൂർ പുന്നത്തുറയിലും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. ഗാന്ധിനഗർ ചെമ്മനംപടിയിൽ ആലപ്പാട്ട് ചന്ദ്രന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. വീട്ടുകാർ വെള്ളിയാഴ്ച രാവിലെ മൂന്നാറിൽ ചന്ദ്രന്റെ മകന്റെ വീട്ടിൽ പോയതായിരുന്നു. ഞായറാഴ്ച രാത്രി തിരികെ എത്തുമ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻവാതിലിന്റെ ഒരു ഭാഗം വെട്ടിപ്പൊളിച്ച നിലയിലായിരുന്നു. വീട്ടുകാർ അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് 20 പവനോളം സ്വർണം കവർച്ച ചെയ്യപ്പെട്ടതായി അറിയുന്നത്. 2 മുറികളിലെ അലമാരകളിലായിരുന്നു സ്വർണം സൂക്ഷിച്ചിരുന്നത്. അലമാരകളിലെ സാധനങ്ങളെല്ലാം വലിച്ചുവാരി നിലത്ത് നിരത്തിയ നിലയിലായിരുന്നു. വെള്ളിയാഴ്ച 14-ാം തീയതി രാവിലെ 10 മണിക്ക് മൂന്നാറിൽ ചിന്നക്കനാലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ മോൻ്റെ ജോലി സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. അവിടെ പോയി വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാത്രിയും സ്പെൻഡ് ചെയ്ത് കാന്തല്ലൂര് അങ്ങനെയുള്ള വട്ടവടയൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഞായറാഴ്ച രാവിലെ ഒരു 10 മണിയോടുകൂടി ചിന്നക്കനാലിൽ നിന്ന് തിരിച്ചു പോരുകയും ഏതാണ്ട് ഇവിടെ രാത്രി ഒരു 7 മണിക്ക് ഇവിടെ എത്തി. കാറകത്ത് കയറിയപ്പോൾ ഈ ലൈറ്റ് അടിച്ചപ്പോൾ ഈ വാതിലിൻ്റെ ഒരു സർക്കിൾ പോലെ വെട്ടകത്തോട്ട് കയറുന്ന കണ്ടു. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് മോഷണം നടന്നിട്ടുണ്ടെന്ന്. എന്തായാലും ഞങ്ങൾ ഇവിടെ അകത്തെ ബാറിട്ട് പൂട്ടിയിട്ട് പുറകിലത്തെ 2 ഡോറ് പൂട്ടിയാണ് പോയത്. അപ്പോൾ തന്നെ പുറകെ വന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും ഉള്ളിൽ എല്ലാ അലമാരകളും വലിച്ചിട്ടിരിക്കുന്നു. സർവ്വ അലമാരകളും മറ്റുള്ള എല്ലാ സംഭവങ്ങളും വലിച്ച് നാശമായിട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡ്രോ തുറന്നപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന 5 വളകൾ എൻ്റെ അലമാരിക്കകത്തുണ്ടായിരുന്ന കാണുന്നില്ല. പിന്നെ അതിനുശേഷം മോളെ ഭർത്താവ് വന്ന് നോക്കിയപ്പോൾ അവർ വെച്ചിരുന്ന ഏതാണ്ട് 8 പവൻ സ്വർണവും ഇല്ല. അങ്ങനെ ഏതാണ്ട് 20 പവൻ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പണമായിട്ടൊന്നും പോയിട്ടില്ല. വീട്ടിൽ എല്ലായിടത്തും തെരച്ചിൽ നടത്തിയ മോഷ്ടാക്കൾ സ്വർണം ഒഴികെ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും അപഹരിച്ചിട്ടില്ല. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന് 1/2 കിലോമീറ്ററിനുള്ളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. പരാതിയെ തുടർന്ന് ഗാന്ധിനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കഴിഞ്ഞ ആഴ്ച ഏറ്റുമാനൂർ പുന്നത്തുറയിലും അടഞ്ഞുകിടന്ന വീട് കുത്തി തുറന്ന കവർച്ച നടന്നിരുന്നു. 12 പവൻ സ്വർണവും 4000 രൂപയുമായിരുന്നു അന്ന് മോഷണം പോയത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.